ഇന്നൊരു വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ചത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് ഇന്ന് കാണിക്കുന്നത്. എനിക്ക് വെൽക്കം ബാക്ക് എന്നൊക്കെ പറഞ്ഞ് വീഡിയോ തുടങ്ങുമ്പം തന്നെ എന്തോ ഒരു വല്ലാത്ത ഒരിത് തോന്നും കേട്ടോ. എന്താണെന്നറിയില്ല, വോയിസ് കൊടുക്കുന്നത് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഭാരപ്പെട്ട ഒരിഷ്ടമില്ലാത്ത പണിയായിട്ടാണ് എനിക്ക് തോന്നൽ. എനിക്ക് സൈലൻറ്റ് വ്ളോഗ് ഇടാനാണ് ഇഷ്ടം. പക്ഷെ പലരും എന്നോട് വോയിസ് ഇടണം എന്ന് പറയുന്നത് കൊണ്ട് ഞാനിങ്ങനെ വോയിസ് ഇടുന്നു എന്നുള്ളൂ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഒന്ന് കഴിക്കുകയാണ്. ഇവിടെ പലരും പല സമയത്ത് പോകുന്നത് കൊണ്ട് തന്നെ വീറ്റ് പൊറാട്ടയാണ് ഉണ്ടാക്കിയത്. അത് ചൂടോടെ കഴിക്കണം എന്നുള്ളത് കൊണ്ട് ഞാൻ ആ സമയത്ത് ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്തത്. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ ഡിഷ് വാഷർ ഒന്ന് ക്ലിയർ ചെയ്യുകയാണ്. രാത്രി ഞാൻ ഓണാക്കിയിട്ടിട്ട് രാവിലെ ഇത് എല്ലാം എടുത്ത് വെക്കുകയാണ് ചെയ്യുന്നത്. ഇന്ന് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ ഇഷ്ടമുള്ള ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനാണ് ഉണ്ടാക്കുന്നത്. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ എന്തൊക്കെയെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കാഞ്ഞാൽ എനിക്ക് വല്ലാത്തൊരു മനസ്സമാധാനക്കേടാണ്. അപ്പോൾ ഈ ആൾക്കാരൊക്കെ ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട് ചിക്കൻ്റെ ചുറ്റും. അവരൊക്കെ ഇനി അതിലേക്ക് ഇടണം പെപ്പറും ഗാർലിക്കും അതുപോലെ തന്നെ സോയ സോസും ഉപ്പും കോൺഫ്ലോറും മൈദപ്പൊടിയും മുളക് പൊടിയും എല്ലാം ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുകയാണ്. നമ്മൾ തലേന്ന് തന്നെ നാളെ എന്താ ഉണ്ടാക്കേണ്ടതെന്നൊക്കെ തീരുമാനിച്ച് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന കൂട്ടത്തിൽ തന്നെ നമുക്ക് ഉച്ചക്കത്തെ ലഞ്ചും ഉണ്ടാക്കി പെട്ടെന്ന് തന്നെ കിച്ചണിൽ ഫ്രീ ആവാൻ പറ്റും. തലേന്ന് തന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കുക. പിന്നെ മാരിനേറ്റ് ചെയ്ത് വെക്കാൻ പറ്റുമെങ്കിൽ തലേന്ന് തന്നെ ചെയ്ത് വെച്ചാൽ അത്രയും നല്ലതാണ്. ഞാനിതിലേക്ക് മുട്ട ചേർത്തിട്ടില്ല കേട്ടോ. വേണമെങ്കിൽ ഒരു മുട്ടയും കൂടി ചേർക്കാവുന്നതാണ്. പണ്ടൊക്കെ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്ന സമയത്ത് അതിലേക്ക് എല്ലാ ഇൻഗ്രീഡിയൻറ്റും ഇല്ലെങ്കിൽ ഇനി അത് ഇന്ന് നടക്കൂല, നാളെ ഉണ്ടാക്കാം എന്നുള്ള ഒരു ചിന്താഗതിയായിരുന്നു. ഇന്ന് അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഇന്ന് നമ്മൾ ഒരുപാട് കുക്കിങ്ങിലൊക്കെ എക്സ്പീരിയൻസ് ആയതുകൊണ്ടായിരിക്കാം എന്തെങ്കിലുമൊക്കെ ഇല്ലെങ്കിലും ആ ഫുഡിന് വല്ലാത്ത വ്യത്യാസങ്ങളൊന്നും വരുത്തൂല ടേസ്റ്റിൽ. പക്ഷേ അതിലേക്ക് അത്യാവശ്യം വേണ്ട എല്ലാ ഇൻഗ്രീഡിയൻസും ഉണ്ടാവാനും വേണ്ടിയിട്ട് ശ്രദ്ധിക്കുകയും വേണം. അപ്പോൾ അങ്ങനെ അതൊന്ന് മാരിനേറ്റ് ചെയ്ത് ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചു. ഇത് തലേന്ന് തന്നെ കട്ട് ചെയ്ത് വെച്ചതായിരുന്നു. വെജിറ്റബിൾസൊക്കെ തലേന്ന് കട്ട് ചെയ്ത് വെച്ചാൽ തന്നെ നമുക്ക് ഒരുപാടൊരു സമാധാനം കേട്ടോ. രാവിലെ വരുമ്പം തന്നെ പെട്ടെന്ന് തീർക്കാമെന്നുള്ള ഒരു പോസിറ്റീവ് ചിന്താഗതി മനസ്സിലുണ്ടാവും. കുറേയൊക്കെ നമ്മുടെ മനസ്സാണല്ലോ. നമുക്ക് നല്ല മൂഡുണ്ടെങ്കിൽ കുക്കിങ്ങൊക്കെ പെട്ടെന്ന് ചെയ്ത് എല്ലാം ഫ്രീ ആകാൻ പറ്റും. പക്ഷെ ചില ദിവസങ്ങളിൽ നമുക്ക് വല്ലാത്ത ഒരു മടുപ്പോ മൂഡ് ഓഫോ എന്തൊക്കെയോ വരും. അന്ന് എത്ര നേരം കിച്ചണിൽ നിന്നാലും നമ്മുടെ പണിയൊന്നും തീരൂല. അപ്പോൾ ഞാൻ എൻ്റെ മൈദയും എല്ലാ സാധനങ്ങളെയും അതാതിൻ്റെ സ്ഥലത്തേക്കൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം തന്നെ എടുത്ത് വെച്ചാൽ ആ പണിയൊക്കെ അങ്ങ് തീർന്ന് കിട്ടുമല്ലോ. ഇനി ചിക്കൻ ഫ്രൈ ചെയ്ത് എടുക്കുകയാണ്. എൻ്റെ ജീവിതത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം അനുഭവത്തിലൂടെ പഠിച്ചതാണ് കേട്ടോ. പ്ലാനിങ്ങോട് കൂടി തലേന്ന് തന്നെ നമ്മൾ എല്ലാം തീരുമാനിച്ചിട്ട് രാവിലെ കുക്ക് ചെയ്യാൻ ഇറങ്ങുകയാണെങ്കിൽ കുക്കിങ്ങൊക്കെ പെട്ടെന്ന് തീർത്തിട്ട് നമുക്ക് വേറെ എന്തൊക്കെയോ ചെയ്യാനുണ്ടെങ്കിൽ അതൊക്കെ ചെയ്ത് തീർക്കാൻ പറ്റും. പക്ഷേ പ്ലാനിങ് ഒന്നും ഇല്ലാതെ രാവിലെ തന്നെ തുടങ്ങുകയാണെങ്കിൽ വൈകുന്നേരം വരെ തന്നെ നമ്മൾ കുക്ക് ചെയ്ത് അതാകെ ക്ഷീണിച്ച് നമ്മുടെ ആ ദിവസത്തെ എല്ലാ സമയവും മൂഡും ഒക്കെ പോയി കിട്ടും. അപ്പോൾ അത് രണ്ടും നമ്മൾ നേരത്തെ തന്നെ എത്രയും നേരത്തെ തന്നെ ജീവിതത്തിൽ അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്ത് പോകാൻ പറ്റുകയാണെങ്കിൽ വീട് എപ്പോഴും ഭംഗിയായിട്ട് ഇരിക്കാനും കുക്ക് ചെയ്യാനും നമുക്കിഷ്ടമുള്ള ഫുഡ് കുക്ക് ചെയ്യാനും ബാക്കിയുള്ള സമയങ്ങൾ നമുക്ക് നമ്മളുടേതായ ഒരുപാട് ഇഷ്ടങ്ങളും താല്പര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അതിനൊക്കെ നമുക്ക് സമയം കിട്ടും. നമുക്കിപ്പോൾ ജീവിതത്തിൽ ഒരുപാട് എക്സ്പീരിയൻസൊക്കെ ആയല്ലോ. ഇനിയിപ്പോൾ പുതിയ വരുന്ന കുട്ടികൾക്ക് ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും അവരുടെ ജീവിതം കുറച്ചുകൂടി നമ്മൾ ബുദ്ധിമുട്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മളുടെ അറിവില്ലായ്മ കൊണ്ടും നമുക്കങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്തത് കൊണ്ടും ഒക്കെ ആവാം. പ്രത്യേകിച്ച് ഞാനൊക്കെ ജീവിച്ചത് വിവാഹം കഴിഞ്ഞ സമയം മുതലേ ഒറ്റയ്ക്കാണ്. അപ്പോൾ നമ്മുടെ കൂടെ നമ്മുടെ മാതാപിതാക്കളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ പലതും ജീവിതത്തിൻ്റെ അനുഭവത്തിലൂടെ പഠിച്ചത്. അതുകൊണ്ട് തന്നെ ഒരുപാട് സമയമെടുത്തിട്ടാണ് പല കാര്യങ്ങളും തിരിച്ചറിഞ്ഞത് തന്നെ. അപ്പോൾ ഈ പ്രത്യേകിച്ച് കുക്കിങ്ങിൻ്റെ കാര്യമൊക്കെ നമുക്ക് അന്നൊരു വല്ലാത്ത പ്രയാസമായിരുന്നു. അതുപോലെ തന്നെ ചെറിയ കുഞ്ഞുങ്ങളെ നോക്കുക എന്നൊക്കെയുള്ളത്. ഇപ്പോൾ എപ്പോഴും ഞാൻ വിചാരിക്കും അതൊക്കെ തന്നെ നേരത്തെ നമുക്ക് കുറച്ചും കൂടി കാര്യങ്ങളെക്കുറിച്ച് ഒരു തിരിച്ചറിവൊക്കെ ഉണ്ടെങ്കിൽ
കുറച്ചും കൂടിയൊക്കെ ഒന്ന് എൻജോയ് ചെയ്തിട്ട് ആ ഒരു ചെറുപ്പകാലം കൊണ്ടുപോകാൻ പറ്റുമായിരുന്നു എന്ന്. ചെറിയ കുട്ടികളൊക്കെ ഉള്ള സമയത്ത് പലപ്പോഴും നമുക്ക് അത് ആസ്വദിക്കാൻ കഴിയാറില്ലായിരുന്നു. അതിനിടയ്ക്ക് എൻ്റെ കുക്കിംഗ് എവിടേക്കോ എത്തി. ചില്ലി ചിക്കനാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ അതിലേക്ക് ഓയിൽ ഒഴിച്ചിട്ട് ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും വലിയ ഉള്ളി കട്ട് ചെയ്തും എല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് സോസുകളൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതൊക്കെ ഉണ്ടാക്കാൻ അധിക സമയമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. സത്യം പറഞ്ഞാൽ ഞാൻ ഇതിൻ്റെയൊക്കെ കുക്കിംഗ് വിശദമായിട്ട് പറയണമെന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോ എടുത്ത് വോയിസ് ഇട്ടപ്പം എൻ്റെ ചിന്താഗതിയൊക്കെ വേറെ വഴിയിലോട്ടാണ് പോയത്. ആ ലാസ്റ്റ് ഞാൻ ഒഴിച്ചു കൊടുത്തത് കോൺഫ്ലോർ കലക്കിയിട്ടാണ് കേട്ടോ. ഒരു തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ അതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് ഗ്രേവി ആവശ്യമുള്ളത് കൊണ്ടാണ് അങ്ങനെ ചെയ്തത്. നിങ്ങൾക്ക് കൂടുതൽ ഗ്രേവി വേണ്ടെങ്കിൽ ചൂടുവെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി കുറച്ച് കൊടുത്താൽ മതി. എന്നിട്ട് കുറച്ച് സമയം കുക്ക് ചെയ്തെടുക്കുക. സ്പ്രിംഗ് ഓണിയനും ജിഞ്ചറും വെച്ചിട്ടൊന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ മുളക് പൊടിയും മറ്റു സാധനങ്ങളൊക്കെ അതിൻ്റെ സ്ഥലത്തേക്ക് വെക്കുകയാണ്. ഇനി നമുക്ക് ഫ്രൈഡ് റൈസാണ് ഉണ്ടാക്കുന്നത്. അതിന് വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് 2 കഷ്ണം പട്ടയും 2 ഗ്രാമ്പുമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അരമണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ബസ്മതി റൈസാണ്, വൈറ്റ് റൈസാണ്. ഇത് ടിൽഡയാണ് ബ്രാൻഡ്. ഇന്ത്യ ഗേറ്റിൻ്റെ ബ്രാൻഡും നല്ലതാണ്. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. മന്തി റൈസിനെ പോലെ ഒരുപാട് സമയം വേണ്ട. ഇപ്പോൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, റൈസ് വല്ലാതെ വെന്ത് കുഴഞ്ഞു പോകരുത്. അരി ഒന്ന് കുക്കായി വരുന്ന സമയത്ത് വളഞ്ഞു വരും. ആ സമയത്ത് നമ്മൾ കുറച്ച് വെള്ളം ചേർത്തിട്ട് വാർത്തെടുക്കുക കേട്ടോ. ആ കഞ്ഞിപ്പശയൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് ലാസ്റ്റ് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുന്നത്. എന്നിട്ട് വെള്ളം ഒന്ന് നന്നായിട്ട് വാർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം ഒന്ന് മാറ്റി വെക്കുകയാണ്. ഇനി നമ്മൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങാണ്. അതിന് പാനൊക്കെ അടുപ്പിൽ വെച്ച് ചൂടാവുന്ന സമയത്ത് എനിക്കിങ്ങനെ ഷുഗർ ഡൗൺ ആവുണ്ടോ എന്നൊരു സംശയം. അപ്പോൾ ഞാനൊരു ഡേറ്റ്സ് എടുത്ത് കഴിച്ചു. 1-2 ഡേറ്റ്സ് കഴിച്ചാലത് ബാലൻസ് ആയിക്കോളും. അല്ലെങ്കിൽ പെട്ടെന്നൊരു ക്ഷീണം വരുന്ന പോലെ കേട്ടോ. ഞാൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കൽ എപ്പോഴും കൂടുതൽ ബട്ടറും കുറച്ച് സൺഫ്ലവർ ഓയിലും ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുക കേട്ടോ. അത് നമ്മൾ സാധാരണ സൺഫ്ലവർ ഓയിൽ മാത്രം യൂസ് ചെയ്ത് ഉണ്ടാക്കണേക്കാൾ ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഇത് വെജിറ്റബിൾ ഫ്രൈഡ് റൈസാണ്. ഇതിലേക്ക് എഗ്ഗും ചിക്കനൊന്നും ചേർത്തിട്ടില്ല. ഇനി ബട്ടറിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ച വെളുത്തുള്ളി അല്ലെങ്കിൽ ഗാർലിക് പൗഡറോ ചേർത്ത് കൊടുക്കുക. ഞാൻ രണ്ടും ചേർത്തിട്ടില്ല. ഇവിടെ കുട്ടികൾക്ക് അതത്ര ഇഷ്ടമില്ല. പിന്നെ എല്ലാ വെജിറ്റബിൾസും ഇട്ടിട്ട് കുറച്ച് സമയം ഒന്ന് കുക്ക് ചെയ്തിട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് വൈറ്റ് പെപ്പറാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. വൈറ്റ് പെപ്പർ ഇല്ലെങ്കിൽ സാധാരണ പെപ്പർ, ബ്ലാക്ക് പെപ്പർ ഇട്ട് കൊടുത്താലും മതി. അതിലൊന്നും വലിയ വ്യത്യാസമില്ല. പിന്നെ വൈറ്റ് പെപ്പർ ആകുമ്പോൾ കളറ് കുറച്ച് വൈറ്റായിട്ട് നിൽക്കും, മാത്രമേ ഉള്ളൂ. പിന്നെ കുറച്ച് സോയ സോസ് ഒഴിച്ച് കൊടുക്കുക. അത് 1-2 ടേബിൾ സ്പൂണൊക്കെ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് 3 കപ്പ് റൈസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഒന്നും കൂടി പോവണ്ട. കൂടിപ്പോയാൽ പിന്നെ നമുക്കത് കഴിക്കാനൊരു ഇഷ്ടം ഉണ്ടാവില്ല. ഇനി നമ്മളതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കുകയാണ്. ഇത് എനിക്ക് ഏറ്റവും എളുപ്പം അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡായിട്ട് തോന്നിയത് കേട്ടോ. അപ്പോൾ നമ്മൾ ഓയിൽ കുറച്ചാൽ അത് ഹെൽത്തി ആവുമല്ലോ. ബട്ടർ ആകുമ്പം കുട്ടികൾക്കൊക്കെ നല്ലതുമാണ്. അപ്പോൾ നിങ്ങൾക്ക് കഴിയെങ്കിൽ ബട്ടറൊക്കെ ചേർത്ത് കൊടുക്കുക. നെയ്യ് ചേർക്കുമ്പം വേറൊരു ടേസ്റ്റ് ആവും, അതുകൊണ്ടാണ് ബട്ടർ ചേർക്കുന്നത്. എന്നിട്ട് ആദ്യം കുറച്ചൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇതിൻ്റെ അരി ഞാൻ വീണ്ടും പറയുകയാണ്, കൂടുതൽ കുക്കായി പോവരുത്. പക്ഷേ നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പം കുട്ടികൾക്കൊക്കെ എങ്ങനെ ഉണ്ടായി, ഈ റൈസ് ഇല്ലെങ്കിൽ ബിരിയാണിയുടെ റൈസ് എടുത്തിട്ടോ സാധാരണ റൈസ് എടുത്തിട്ടോ ഒക്കെ കുട്ടികൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മളൊരു സാധനം ഉണ്ടാക്കാതിരിക്കരുത്. കാരണം കുട്ടികൾ എന്താണോ കഴിക്കുന്നത് അത് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്, അത് നമുക്ക് കഴിയുന്ന രീതിയിൽ ഹെൽത്തി ആക്കിയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ ഉണ്ടാക്കുന്നതും നമ്മുടെ വീട്ടിൽ ശീലിച്ച സാധനങ്ങളും തന്നെ കുട്ടികൾ തിന്നണമെന്ന് നമ്മൾ നിർബന്ധം പിടിക്കുമ്പോഴാണ് കുട്ടികൾക്ക് തിന്നാൻ മടിയും ഒക്കെ ആവുന്നത്. നമുക്കും എത്രയോ എളുപ്പമാണ് അതൊക്കെ കഴിഞ്ഞിട്ട് പെട്ടെന്ന് എൻ്റെ ക്ലീനിങ്ങൊക്കെ തീർത്ത് വെച്ചിട്ടോ. ഞാൻ കൂടുതൽ പാത്രങ്ങളും ഡിഷ് വാഷറിൽ വെക്കുന്നതുകൊണ്ട് കുറച്ച് പാത്രങ്ങൾ കൈകൊണ്ട് കഴുകാനുണ്ടാവാറുള്ളൂ. നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങളൊന്നും ഡിഷ് വാഷറിൽ വെക്കാറില്ല. അതുകൊണ്ട് അതൊക്കെ കൈകൊണ്ട് കഴുകി വെക്കും. അതെനിക്ക് വലിയൊരു ആശ്വാസമാണ് ഈ ഡിഷ് വാഷർ. പിന്നെ അതുപോലെ തന്നെ ഇനി ഇവിടെ ഒന്ന് മോപ്പ് ചെയ്തെടുക്കുകയാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ നേരത്തെ തുടങ്ങിയാൽ നമുക്ക് എല്ലാ പണിയും നേരത്തെ തീർത്തിട്ട് പള്ളിയിൽ പോകുന്നവർക്ക് പള്ളിയിൽ പോവാം, ഓതാനിരിക്കുന്നവർക്ക് ഓതാനിരിക്കാം, മറ്റു കാര്യങ്ങൾക്ക് മുഴുകുന്നവർക്ക് അതിലെല്ലാം മുഴുകാം.
അതിൻ്റെ ഇടയിലൂടെ തന്നെ നമ്മുടെ വാഷിങ്ങൊക്കെ തീർത്ത് കഴിഞ്ഞാൽ നമുക്കത് നമ്മുടെ കുക്കിങ്ങൊക്കെ കഴിയുമ്പോഴേക്കും അത് വാഷ് ചെയ്ത് കഴിയല്ലോ, പിന്നെ അത് ആറിയിടും കൂടിയും ചെയ്യുക. എന്നിട്ട് നമ്മുടെ മറ്റു പണികളുടേക്കൊക്കെ പോവാം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇനി ലഞ്ചിൻ്റെ സമയത്ത് അവരെല്ലാം പള്ളി വിട്ട് വന്നു. അപ്പം എൻ്റെ മോന് ഇന്ന് അവൻ്റെ ഫ്രണ്ട്സിനൊക്കെ കാണാൻ പോകാനുണ്ടായിരുന്നു. അപ്പോൾ അവന് പെട്ടെന്ന് തന്നെ ചോറ് തിന്ന് പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ നാട്ടിൽ നിന്ന് വന്നതായിരുന്നു ക്രിസ്മസ് വെക്കേഷന്. അപ്പോൾ ഇവിടെയായിരുന്നു അവന് +2 വരെ പഠിച്ചത്. അപ്പോൾ ഇനി ഇവിടെ നിർത്തുകയാണ്. ഇനിയും നല്ലൊരു വീഡിയോ ഇട്ട് വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.